ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു കുനാഫ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം നല്ല തണവുണ്ടായിരുന്നു ആ ദിവസം. ഭയങ്കര തണുത്ത കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബേബിക്ക് ഞാൻ ആ സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ നല്ല ഹാപ്പി ആട്ടോ, പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ അങ്ങനെ കുനാഫ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഒരു ഇറാനിയൻ ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പുണ്ട്, അവിടേക്ക് ഞങ്ങൾ പോയി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇവിടെ തീർന്നിരിക്കുകയാണ്, നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് നടന്നു, ഒരു ബ്ലൂ കളറിലൊരു ഷോപ്പ് കാണാം, അറബിക് സ്വീറ്റ്സൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്നാൽ അവിടെ പോയി നോക്കാം. ഏട്ടൻ പറഞ്ഞു എനിക്ക് ആ കട അറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ കട എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ അല്ലബാനാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള അതിൻ്റെ ചെറിയൊരു ഷോപ്പാണത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി. എന്നാൽ ഇവിടെ നിന്ന് കഴിക്കാം കുനാഫ. ഇവിടെ കുനാഫയുടെ ചെറിയ സെറ്റപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ വൈറൽ സാധനങ്ങൾ. മറ്റേ ഒത്തൻറ്റിക് കുനാഫ ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു ബനാനയുടെ കുനാഫ, അതിൻ്റെ പേര് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇതൊരു ബനാന ഫ്ലേവേർഡും മറ്റേത് പിസ്താഷ്യോ പിന്നെ എന്തൊക്കെയോ ഒരു പപ്സിൻ്റെ പോലത്തെ പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. ഏട്ടനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഓവർ സ്വീറ്റല്ല, എന്നാൽ സ്വീറ്റാണ്, അങ്ങനത്തെ പോലത്തെ ഒരു സംഭവമായിരുന്നു ഇത്. ആ മുകളിലിട്ട ആ പിസ്താഷ്യോന് മാത്രമാണ് സ്വീറ്റ്നെസ് ഓവറായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒരു ബാലൻസ്ഡ് ആയിരുന്നു. ഇത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇത് വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനും എൻ്റെ മനസ്സിൽ കുനാഫ കഴിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് കഴിക്കാമെന്നുള്ള നിലയിലായിരുന്നു കേട്ടോ. അപ്പം മറ്റേ ഇത് കഴിച്ച് മൊത്തം 50% ഓഫായിരുന്നു, എന്നിട്ട് ഒരു 30 ദഹാണ് ആയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ഒരു ചെറിയ ഒരു നൈറ്റ് മാർക്കറ്റ് അങ്ങോട്ട് പോയി. അവിടെ ഇങ്ങനെ കുറച്ച് ബണ്ണീസ് പിന്നെ ഫിഷുകൾ പിന്നെ ഈ ഫിലിപ്പിനോസിൻ്റെ ആണ് തോന്നുന്നു കുറേ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ. നമുക്ക് അതിനെ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഫുഡ് ഐറ്റംസൊക്കെ ആയിരുന്നു. ഒരു പ്രത്യേകതരം മണമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഉള്ളി കാച്ചിയ പോലത്തെ മണം. ഉള്ളി വെച്ചാൽ നല്ല മണമില്ലേ, അതുപോലത്തെ ഒരു ഉള്ളി വാട്ടിയ പോലത്തെ ഒരു പ്രത്യേക തരം മണം, ഇഷ്ടമായില്ല മണം. അങ്ങനത്തെ ഒരു മണമൊക്കെയുള്ള കുറേ ഫുഡുകളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, മറ്റേ നമ്മൾ വാങ്ങിച്ച ബനാന ഫ്ലേവേർഡ് എനിക്ക് അവിടെ നിന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ പാക്ക് ചെയ്ത് കൈ പിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം അത് ഫ്രീസ് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള പോലെ തോന്നിയ ബനാന ടേസ്റ്റ് ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. അതിൽ കുനാഫയുടെ മറ്റേ ഒരു വള്ളി പോലത്തെ സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അദീര ബേബിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ മീനുകളേനൊക്കെ കണ്ടപ്പോഴും പിന്നെ ആ കുഞ്ഞു മൊയലുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടു. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സാധനം ഇരിക്കുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മൊയൽ തന്നെ ഇതൊന്ന് തോന്നണു, കണ്ടോ കുഞ്ഞൊരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം, എത്ര ഇതൊക്കെ വില പേശി വാങ്ങിക്കാൻ തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു ചേച്ചി നിന്ന് ഇങ്ങനെ വില പേശി വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ ചെറിയ ജ്വല്ലറീസ് മാതിരിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനധികം ഡീറ്റെയിൽ ആയി നോക്കിയില്ല കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറി നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റേജിൽ അദീര ബേബി കയറി ഡാൻസൊക്കെ കളിച്ചു. ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഇറങ്ങിയതാണ്. മൊത്തത്തിൽ നല്ല രസമാണ് ഇവിടെ. ഇപ്പോൾ ഈ തണുപ്പ് സമയമായ കാരണം നല്ല സുഖമാണ് നടക്കാനും. ഈ ചൂടായി കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടല്ലേ, എളുപ്പമല്ല. ഇങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങൾ, അങ്ങനെ ജ്യൂസുകൾ, പിന്നെ ഇത് മൊത്തം കടല അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് കേട്ടോ. കണ്ടോ ഒരു കടല, മറ്റേ പീ അതിൻ്റെ ഒക്കെ ഓരോ സംഗതികളാണ്. പിന്നെ അദീര ബേബി ഇതവിടെ ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായിട്ട് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട്. അവൻ കുറച്ച് നേരമൊക്കെ അതിന് നോക്കി നിന്നു, പിന്നെ അവനും ചാടി കളിക്കണമൊക്കെ ഉണ്ട്. പുറത്തിറങ്ങുക പറഞ്ഞാൽ അത്ര വലിയ സന്തോഷം അവന് വേറെ ഒന്നുമില്ല, അതുപോലെ ആയിരുന്നു. പിന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ, അതും അവന് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എത്ര തണവ് ഉണ്ടാവാറില്ല, ഇവിടെ ഓവർ തണവല്ല, നാട്ടിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം തണവുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ ഈ ഫുഡിൻ്റെ ഒക്കെ ഇരിക്കാനുള്ള ഏരിയയൊക്കെ ഭയങ്കര നീറ്റും നല്ല രസമായിരുന്നു. ഒരു ഡ്രമ്മ് മുറിച്ച് വെച്ച പോലെയാണ് അവിടുത്തെ ചെയറുകളൊക്കെ. പിന്നെ ഓരോ പ്രത്യേക തരം ഫുഡുകൾ ഞാൻ അധികം ഒന്നും അവിടെ ഡീറ്റെയിൽ ആയി പോയി എടുത്തില്ല, കാരണം അവിടെ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോയി വീഡിയോ എടുക്കാനും ചെറിയ മടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇത് ചെറിയൊരു ടൈം ലാപ്സ് പോലെ എടുത്തതാണ്. പിന്നെ അദീരനെ ഞങ്ങൾ നടത്തിച്ചു. അവൻ കുറച്ചിങ്ങനെ ഓടിക്കളിയായിരുന്നു അവിടെ ഫുള്ള്. അവന് നടക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ചിരിച്ച് ഓടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ, കാരണം അവിടെ ഇവിടെയും പോയി വീഴുകയൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് മറ്റേ ഈ ചെറിയ വണ്ടികളുണ്ടല്ലോ, അവിടെ ഒരു ബൈക്ക് പോലെയൊക്കെ ആൾക്കാർ, ബൈക്ക് പോലെയല്ല എന്തോ ഒരു വണ്ടി, അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ആ വണ്ടിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മൾ പെട്ടെന്ന് അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെച്ചിട്ട് ഇവനെ ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിക്കണം. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.